ലഹരി തലയ്ക്ക് പിടിച്ച യുവത്വം ക്യാമ്പസുകളിലും തെരുവുകളിലും വീടുകളിലും നടത്തുന്ന അക്രമ സംഭവങ്ങളുടെ വാർത്തകൾക്കിടയിൽ കളമശ്ശേരി പോളിടെക്നിക്കിലെ ഹോസ്റ്റൽ മുറിയിൽ പോലീസ് ഒരു പരിശോധന നടത്തിയതേയുള്ളൂ. ഒളിപ്പിച്ചതെല്ലാം ഒന്നൊന്നായി പുറത്തു വന്നു തുടങ്ങി. പഠിച്ച് വിദ്യാസമ്പന്നരായി സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ട വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കണ്ടെത്തിയത് ഒന്നോ രണ്ടോ പൊതിയല്ല, കിലോ കണക്കിന് കഞ്ചാവ്. ഉപയോഗം മാത്രമല്ല, ലഹരിയുടെ വിതരണവും ഉണ്ടത്രേ കുട്ടിക്കൂട്ടങ്ങൾക്ക്. ഈ പരീക്ഷാകാലം മലയാളി പൊതുസമൂഹത്തിന് പരീക്ഷണങ്ങളുടെ കൂടി കാലമാണ്. പകർച്ചവ്യാധി പോലെ പടരുന്ന ലഹരിയുടെ നീരാളിക്കൈകൾ ക്യാമ്പസുകളിൽ ആഴത്തിൽ വേരാഴ്ത്തിയിരിക്കുന്നു. പഴുതടച്ച പരിശോധനകൾ നടന്നാൽ കേരളത്തിലെ എത്ര ക്യാമ്പസുകളിൽ നിന്ന് എത്ര കിൻഡൽ ലഹരി പുറത്തു ചാടുമെന്നതാണ് ചോദ്യം. അറിവിലേക്കും സാമൂഹ്യ ബോധത്തിലേക്കും മുന്നോട്ടുള്ള ജീവിതത്തിലേക്കും വാതായനങ്ങൾ തുറക്കേണ്ട കലാലയ കാലം നമ്മുടെ കുട്ടികളെ ഇരുട്ടു നിറഞ്ഞ ഹോസ്റ്റൽ മുറിയിലെ പുകച്ചുരുളുകളിലേക്കും വീര്യമേറിയ രാസോന്മാദങ്ങളിലേക്കും വലിച്ചെറിയുകയാണോ? ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലം ലഹരിക്ക് അടിയറവ് വെക്കാൻ ഇവരെ പഠിപ്പിച്ചത് ആരാണ്? ക്യാമ്പസുകളെങ്കിൽ ക്യാമ്പസുകൾ, സ്കൂളുകളെങ്കിൽ സ്കൂളുകൾ, വീടുകളെങ്കിൽ വീടുകൾ. പരിശോധനകൾ നടത്തി പുകയുന്ന കൊള്ളികളെ കണ്ടെത്തി വെള്ളമൊഴിച്ച് കെടുത്തിയേ തീരൂ. സമൂഹത്തെ ബാധിച്ച ലഹരിയുടെ കെട്ടിറക്കാൻ കൂട്ടമായി നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്. ക്ലാസ് മുറികളിലെ സർഗാത്മകതകളിൽ നിന്ന് ലഹരി സംഘങ്ങളെ അറുത്തുമാറ്റിയേ തീരൂ. ന്യൂസ് ബസ് ചോദിക്കുന്നു, തിരിച്ചു പിടിക്കേണ്ടതില്ലേ നമ്മുടെ ക്യാമ്പസുകളെ? കളമശ്ശേരിയിലെ ലഹരി കേസിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥി. കഞ്ചാവ് എത്തിച്ചത് ഇയാൾക്ക് വേണ്ടിയെന്ന് അറസ്റ്റിലായ ആഷിഖും ഷാരിഖും പോലീസിന് മൊഴി നൽകി. റെയ്ഡിനിടെ ഒളിവിൽ പോയ 3ാം വർഷ വിദ്യാർത്ഥിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഞ്ചാവ് വിൽപ്പനക്കാരനായ ഇതര സംസ്ഥാനക്കാരനിലേക്കും അന്വേഷണം വ്യാപിച്ചിരിക്കുന്നു. പോളിയിലെ ഹോളി ആഘോഷത്തിന് ക്യാമ്പസിൽ ലഹരി എത്തുമെന്ന് അറിയിച്ചുകൊണ്ട് കോളേജ് പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ ഒരു കത്ത്. ആ കത്താണ് ഈ കേസിൽ ഏറെ നിർണായകമായത്. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാമ്പസിലേക്കും ഹോസ്റ്റൽ മുറികളിലേക്കും പരിശോധനയ്ക്കായി പോലീസ് കയറി ചെന്നത്. ഏറെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് കൈമാറിയ ആ കത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ആ കത്തിലെ വരികൾ നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇങ്ങനെയാണ് ആ കത്ത്. ആ വരികളിലേക്ക് വരികയാണെങ്കിൽ, ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ 14/3/2025 എന്ന തീയതിയിൽ ഉച്ച മുതൽ ഹോളി ആഘോഷത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. മദ്യം, മയക്കുമരുന്ന്, മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും അനിയന്ത്രിതമായ ഉപയോഗം അന്നേ ദിവസം ഉണ്ടാകുമെന്ന് വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഈ ആവശ്യത്തിലേക്കായി പണപ്പിരിവ് നടത്തുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിൽ ക്യാമ്പസിനുള്ളിൽ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നും നിരീക്ഷണം കൂടുതൽ ശക്തമാകണമെന്നും ക്യാമ്പസിന് പുറത്തും ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും ലഹരി ഉപയോഗത്തിനെതിരെ സമുചിതമായ ഇടപെടൽ ഉണ്ടാകണമെന്നും അപേക്ഷിക്കുന്നുവെന്നാണ് പറയുന്നത്. കത്തിൽ വിശ്വസ്തയോടെ പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു തോമസ് പോലീസിന് അയച്ചിട്ടുള്ള കത്താണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ കത്താണ് ഇതിൽ നിർണായകമായത്. അതോടുകൂടിയാണ് പോലീസ് പരിശോധനയ്ക്കായി ക്യാമ്പസിനകത്തേക്ക് ചെന്നത്. നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധികൾ ഈ സംഭവത്തിൽ തന്നെ മാത്രമല്ല ക്യാമ്പസുകൾക്കകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാൻ തന്നെ നമ്മളുടെ റിപ്പോർട്ടർ പ്രതിനിധികൾ ഓരോരുത്തരായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലി അക്ബർ ഷായുണ്ട്, TV പ്രസാദ് ഉണ്ട്. അലി അക്ബർ ഷായിലേക്ക് നമ്മൾ ആദ്യം പോവുകയാണ്. അലി, ഈ കേസിൽ നിർണായകമായ പ്രിൻസിപ്പലുടെ കത്താണ് ഞാനിപ്പോൾ വായിച്ചത്. എന്തായാലും ഈ കേസിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള മൊഴികളിൽ നിന്ന് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുമെന്നറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഒരു വിവരം, ഈ കഞ്ചാവ് എത്തിച്ചത് ആർക്കു വേണ്ടിയാണ് എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ആ പ്രധാനി ആരാണ്? ഈ കേസിലെ ഏറ്റവും പ്രതിയായിട്ടുള്ള നിർണായകമായ വിവരങ്ങൾ തന്നെ ഇനി ഈ കേസിൽ കിട്ടാനുണ്ടല്ലോ അല്ലേ? അങ്ങനെ ആകെ എല്ലാവരും പിടിയിലായിട്ടില്ല നിലവിൽ, അതുതന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? റോഷ്നി, തീർച്ചയായും ഈ കളമശ്ശേരിയിൽ നടന്ന കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന കണ്ണികൾ ഇനിയും പിടിയിലാകാനുണ്ട്. അവരിലേക്കുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഈ പറഞ്ഞ ആഷിഖ്, ഷാരിഖ് എന്നീ 2 പൂർവ്വ വിദ്യാർത്ഥികൾ പോലീസിന്റെ പിടിയിലാകുന്നത്. ഈ 2 വിദ്യാർത്ഥികളാണ് ക്യാമ്പസിനകത്തേക്ക് ഈ ലഹരി എത്തിച്ചത്, ആകാശിന്റെ മുറിയിൽ ഈ ലഹരി എത്തിച്ചത്. ആകാശ് ആദ്യഘട്ടത്തിൽ പിടിയിലാവുകയും പിന്നീട് റിമാൻഡിലാവുകയും ചെയ്തിരുന്നു. ആകാശ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഈ 2 പൂർവ്വ വിദ്യാർത്ഥികൾ പിടിയിലാകുന്നത്. ഇവരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ആഷിഖും
ആഷിഖും ഷാരിഖും നൽകിയ മൊഴിയിൽ നിന്നാണ് ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതായത് ആകാശിന് വേണ്ടിയായിരുന്നു ഈ കഞ്ചാവ് ക്യാമ്പസിലേക്ക് എത്തിച്ചത് എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നിഗമനം. എന്നാൽ അങ്ങനെയല്ല, മറ്റൊരു 3ാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടി, അതായത് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു 3ാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടിയാണ് ആഷിഖും ഷാരിഖും ഈ 2 കിലോയിലധികം വരുന്ന കഞ്ചാവ് ഈ പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിലേക്ക് എത്തിച്ചത്. ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഈ 3ാം വർഷ വിദ്യാർത്ഥി ക്യാമ്പസിൽ ഉണ്ടായിരുന്നില്ല എന്ന വിവരവും ആഷിഖും ഷാരിഖും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, റെയ്ഡ് നടക്കുന്ന സമയത്ത് ചില ആളുകൾ ഇവിടെ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിരുന്നുവെന്ന്. അവിടെ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ട 2 പേർ അത് തങ്ങളാണ് എന്നും ആഷിഖും ഷാരിഖും പോലീസിന് മുന്നിൽ സമ്മതിച്ചിട്ടുമുണ്ട്. ഈ ആഷിഖും ഷാരിഖും നേരത്തെ തന്നെ ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ആവശ്യാനുസരണം ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ലഹരി എത്തിച്ചു കൊടുക്കുന്നവരാണ്. അവരാണ് ഈ ഓഫറുകൾ നൽകുന്നത്. അതായത് ഡിസ്കൗണ്ട് അടിസ്ഥാനത്തിൽ, നേരത്തെ പണം നൽകി ബുക്ക് ചെയ്യുന്നവർക്ക് ഡിസ്കൗണ്ട് അടിസ്ഥാനത്തിൽ ഈ ലഹരി വിൽപ്പന നടത്തുകയും ചെയ്യുന്നവരാണ് ഈ ആഷിഖും ഷാരിഖും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരാണ് ഈ 3ാം വർഷ വിദ്യാർത്ഥി? ആകാശ് എന്ന വിദ്യാർത്ഥിക്ക് അപ്പുറത്തേക്ക്, ആകാശിന്റെ മുറിയിൽ നിന്നാണ് 2 കിലോയോളം കഞ്ചാവ് പോലീസ് പിടികൂടുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആകാശിനെ റിമാൻഡ് ചെയ്യുന്നതും. എന്നാൽ ആകാശിനല്ല, മറ്റൊരു 3ാം വർഷ വിദ്യാർത്ഥിക്കാണ് തങ്ങൾ ഈ ലഹരി എത്തിച്ചത് എന്ന ആഷിഖിന്റെയും ഷാരിഖിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ 3ാം വർഷ വിദ്യാർത്ഥിയെ തേടി പോലീസ് വലവിരിച്ചു കഴിഞ്ഞു. ഈ വിദ്യാർത്ഥിയെ പറ്റിയുള്ള വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള പരിശോധന, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ഫോൺ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ നടക്കുകയുമാണ്. മറ്റൊരു പ്രധാന കാര്യം, ആഷിഖും ഷാരിഖും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിലുള്ളത്, ഇവർക്ക് കഞ്ചാവ് കൈമാറിയിരിക്കുന്നത് ആലുവയിൽ താമസമാക്കിയിട്ടുള്ള ഒരു ഇതര സംസ്ഥാനക്കാരനാണ് എന്നുള്ളതാണ്. ഈ ഇതര സംസ്ഥാനക്കാരനിൽ നിന്നാണ് ഓർഡർ അനുസരിച്ച് ആഷിഖും ഷാരിഖും ഈ 2 കിലോയിലധികം വരുന്ന കഞ്ചാവ് പണം കൊടുത്തു വാങ്ങുകയും ഇത് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലേക്ക് ഈ 3ാം വർഷ വിദ്യാർത്ഥിയുടെ ആവശ്യപ്രകാരം എത്തിക്കുകയും ചെയ്യുന്നത്. ഈ സ്ഥലത്തു നിന്നും ചെറിയ പാക്കറ്റുകളിലാക്കി സമീപ പ്രദേശങ്ങളിലേക്ക് വിൽപ്പന നടത്തുക, ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിൽ വിതരണം ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഇപ്പോൾ നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വിപുലമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഈ 3ാം വർഷ വിദ്യാർത്ഥി ഉടൻ തന്നെ പിടിയിലാകുമെന്ന സൂചനയുമാണ് പോലീസ് നൽകുന്നത്. അങ്ങനെയാണ് എങ്കിൽ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാൾ ഈ 3ാം വർഷ വിദ്യാർത്ഥി തന്നെയായിരിക്കും. ഇയാളെ പിടികൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പോലീസിന്റെ വിശ്വാസം. ഈ ഇതര സംസ്ഥാന തൊഴിലാളി കൂടി പിടിയിലായി കഴിഞ്ഞാൽ കൊച്ചിയുടെ വിവിധ ഇടങ്ങളിലുള്ള കലാലയങ്ങളിലേക്ക്, കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി എത്തിച്ച് വിതരണം ചെയ്യുന്ന പ്രധാന കണ്ണിയിലേക്ക് എത്താൻ കഴിയുമെന്ന സൂചനയും പോലീസ് നൽകുന്നുണ്ട്. എന്തായാലും ആഷിഖും പറഞ്ഞതുപോലെ തന്നെയാണ്, പഴുതടച്ച് തന്നെ അന്വേഷണം നടക്കട്ടെ. അപ്പോഴേ ഇതിൽ വ്യക്തത വരികയുള്ളൂ. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ കഞ്ചാവ് കൊണ്ടുവന്നത്, ആരാണ് കൊണ്ടുവന്നത്, ആർക്കൊക്കെ ഈ കഞ്ചാവ് കൊടുക്കുന്നുണ്ട്, ഇതിന്റെ സോഴ്സ് എവിടെയാണ് എന്നതെല്ലാം നമുക്ക് അറിയേണ്ടി തന്നെ ഇരിക്കുന്നു. ഈ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. കാരണം ക്യാമ്പസിലെ വിദ്യാർത്ഥികളാണ് ഇതിൽ പ്രതികൾ എന്നുള്ളതാണ്. ഈ ലഹരി സംഘത്തെ പൂട്ടാൻ പോലീസ് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് പരിശോധനകൾ തുടരുകയാണ്. സംസ്ഥാനത്ത് ഇന്നലെ പിടിയിലായത് ഈ ലഹരി കേസുകൾ 234 പേരാണ് ലഹരി കേസുകളിൽ പിടിയിലായത്. 222 ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ 5687 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. കഴിഞ്ഞ മാസം 22 മുതലാണ് ഈ പരിശോധനകൾ തുടങ്ങിയത്. ക്യാമ്പസുകളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ പോളിടെക്നിക്കിലെ സംഭവത്തോടു കൂടി തന്നെ സംസ്ഥാനത്തെ പല ക്യാമ്പസുകളിലേക്കും ഇനി പോലീസും എക്സൈസും ഒക്കെ അന്വേഷണം വ്യാപിപ്പിക്കുമോ എന്ന് നമുക്കറിയണം. TV പ്രസാദ് ചേരുന്നുണ്ട്. പ്രസാദ്, നിലവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട സംഭവം കൂടുതൽ ക്യാമ്പസുകളിലേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കും എന്ന് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? എന്തായിരിക്കും ഇനി പദ്ധതി അന്വേഷണ സംഘത്തിന്റെ? വ്യാപിപ്പിക്കും എന്ന് മാത്രമല്ല റോഷ്നി, വ്യാപിപ്പിച്ച് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഈ കളമശ്ശേരിയിൽ പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ സമാന്തരമായി മറ്റിടങ്ങളിലും പോലീസ് നിരീക്ഷണത്തിലാണ്. പലയിടങ്ങളിലും പരിശോധന നടത്തിയിട്ടുമുണ്ട്. ഇപ്പോഴും പരിശോധന തുടരുകയുമാണ്. സംസ്ഥാനത്ത് പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിലെ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ലഹരികളുടെ ഹബ്ബായി മാറുന്നു എന്ന വിവരം നേരത്തെ തന്നെ പോലീസിനുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗൌരവമായ പരിശോധനയിലേക്ക് പോലീസ് കടന്നത്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതികരണങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രചാരണങ്ങൾ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ സർക്കാർ തന്നെ ഇതിലൊരു കർശനമായ തീരുമാനമെടുക്കുകയും പോലീസ് സജീവമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു കണക്ക് ഇപ്പൊ അല്പസമയം മുമ്പ് റോഷ്നി വായിച്ചതാണ് കണക്ക്. അതായത് ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 234 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. ഇതിൽ കോളേജ് കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളും ഉൾപ്പെടും എന്നതാണ്. അതായത് കോളേജും ഹോസ്റ്റലുകളും വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു പ്രത്യേക കണക്കായി ഇതുവരെയും പോലീസ് സൂക്ഷിച്ചിട്ടില്ല. ആ കണക്ക് കിട്ടുന്ന സമയത്ത് അത് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം. ഇത് ആകെയുള്ള കണക്കാണ്. കഴിഞ്ഞ മാസം 22-ാം തീയതി മുതലാണ് പോലീസ് കർശനമായ പരിശോധനയിലേക്ക് കടന്നത്. അതിലാണ് ഇന്നലെ മാത്രം 234 പേർ പിടിയിലായത്. അതിൽ 222 കേസുകളാണ് ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്ത റോഷ്നി. അതുകൂടാതെ സംശയാസ്പദമായ 2362 പേരെയാണ് പരിശോധിച്ചത്. ഇതുവരെ, അതായത് കഴിഞ്ഞ മാസം 22 മുതൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 5687 അതിൽ 5483 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 306 കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചത്. 3 കിൻഡൽ കഞ്ചാവ് മാത്രമല്ല 3.7 കിലോഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. കിലോഗ്രാമാണ്, അതായത് 1 ഗ്രാം പോലും വേണ്ട ഒരാൾക്ക് ഉപയോഗിക്കാൻ എന്ന് പറയുന്ന സാധനമാണ് 3.7 കിലോഗ്രാം പിടികൂടിയിരിക്കുന്നത്. ഇത് റോഷി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകെ സംസ്ഥാനത്ത് പോലീസിന്റെ ലഹരി പിടിച്ചതിന്റെ കണക്കാണ്. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ കണ്ടതുപോലെ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലും അതുപോലെ വെറ്റിനറി കോളേജിലും ഇങ്ങനെ ക്രൂരമായ റാഗിംഗ് നടന്നതുൾപ്പെടെ അത് ലഹരിയുടെ പിൻബലത്തിലാണ് എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകൾ, അത് എഞ്ചിനീയറിംഗ് കോളേജായാലും പോളിടെക്നിക് ആയാലും മറ്റ് നഴ്സിംഗ് കോളേജുകളായാലും മെഡിക്കൽ കോളേജുകളായാലും ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ, അതല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് മാറി വീടെടുത്ത് താമസിക്കുന്ന കുട്ടികൾ, ഇവരെല്ലാം വ്യാപകമായി MDMA ഉൾപ്പെടെ കഞ്ചാവ് ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ പരിശോധന പോലീസ് നടത്തുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഈ പരിശോധന തുടരും. അതിന്റെ കണക്കുകളും എന്തായാലും വരുന്ന ദിവസങ്ങളിൽ പോലീസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. കളമശ്ശേരിയിൽ 2 കിലോ കഞ്ചാവ് പിടികൂടിയതോടുകൂടി തന്നെ എല്ലാ ഹോസ്റ്റലുകളിലും ഇതുണ്ടാകാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവരെ, ലഹരി വിൽക്കുന്നവരെ പിടിക്കാനുള്ള വലിയ ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ മാസം 22 മുതൽ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ കണക്കും. റോഷ്നി, ശരി, എന്തായാലും പ്രസാദ്, ഇതുപോലെ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഈ ക്യാമ്പസുകളിലേക്കും ക്യാമ്പസ് ഹോസ്റ്റലുകളിലേക്കും ലഹരി കടന്നു കയറുന്നത് എങ്ങനെയാണ്? ലഹരിക്ക് തടയിടേണ്ടത് ആരാണ്? പൊതുജനം പ്രതികരിക്കുന്നു, കേൾക്കൂ. പോലീസുകാര് നോക്കേണ്ട കാര്യമാണ്. വീട്ടുകാര് ഒരു പരിധി വരെ നോക്കാൻ പറ്റത്തുള്ളൂ. വീടുകളിൽ നിന്നാണിത് നിയന്ത്രിക്കേണ്ടത്. കുഞ്ഞുങ്ങളെ ഇത് ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ ഉള്ള ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. മക്കളെ നമ്മളത് ശ്രദ്ധിക്കണം, അതിന്റെ ഇടയിലോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രക്ഷിതാക്കൾ തന്നെ ആയിരിക്കണം. സ്കൂൾ തലത്തിലാണെങ്കിൽ സ്കൂളിൽ അധ്യാപകരുണ്ട്, അധ്യാപകർ ഇത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ അതുകൂടാതെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അവരുടെ ഒരു ശ്രദ്ധ ഉണ്ടാകണം. പിന്നെ അതുകൂടാതെ വീടുകളിൽ വരുന്ന കുട്ടികളാണെങ്കിൽ വീട്ടിൽ ഉള്ള മാതാപിതാക്കൾ അവരുടെ ബാഗുകൾ പരിശോധിക്കുക. ഹോസ്റ്റലിൽ ഇപ്പോഴും, കാരണം വീട് വിട്ട് താമസിക്കുന്ന പിള്ളേർക്ക് കഴിയുന്നത് അവർ പല രീതിയിലുള്ള ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അവർ ഇപ്പം മദ്യമായാലും അല്ലാത്തതായാലും ഉപയോഗിക്കുന്നുണ്ട്. അതിന് ചാൻസ് കൂടുതൽ അവർക്ക്. പൂർണ്ണമായിട്ടും മദ്യനിരോധനം വേണം. അത് ഗവൺമെന്റ് മദ്യനിരോധനത്തിൽ അതിനകത്ത് എന്ത് ലാഭം ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടും മദ്യം നിരോധിച്ചുകൊണ്ട് എങ്കിൽ മാത്രമേ ഇതിനകത്ത് വിജയം കണ്ടെത്താൻ പറ്റൂ. ഈ ലഹരി എന്ന് പറയുന്നത് ഈ സ്കൂൾ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഇറക്കുന്നത്. അപ്പൊ അതിനെപ്പറ്റി പോലീസിന്റെ നല്ല ക്യാമ്പയിനിങ്ങും വേണം. പോലീസ് ചെക്കും എല്ലാ വാർഡുകളിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കണമെന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ആരൊക്കെ ഇനി നിയന്ത്രിക്കാനായിട്ട് നിന്നാലും നമ്മുടെ രക്ഷിതാക്കൾ പറയുന്ന പോലെ ഇത്രയും ഇതായിട്ട് അത് രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. അവരും ഇതുപോലുള്ള മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുഴഞ്ഞു ഈ പറയുന്ന പോലെ ഒന്നും നടക്കത്തില്ല. എല്ലാം വളരെ മോശമായ കാര്യങ്ങളാണ് ലഹരി. പിള്ളേരായാലും വലിയ തലമുറകളായാലും എല്ലാം നശിച്ചു പോകുകയാണ്. നിയമത്തിൽ ഒരു ഭേദഗതി, കാര്യം കൊച്ചുകുട്ടികളൊക്കെ ആണെന്നുള്ള ഇതിൽ നമ്മളൊരു ചെറിയ വിട്ടുവീഴ്ചയുണ്ട്. അതിൽ നിന്നൊക്കെ അതിന്റെ രക്ഷകർത്താക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ലഹരിക്കെതിരായ സന്ധിയില്ല പോരാട്ടമാണ് നമ്മൾ നടത്തേണ്ടത്. ആ പോരാട്ടം, റിപ്പോർട്ടറിനൊപ്പം ആ പോരാട്ടത്തിൽ ക്യാമ്പസുകളും അണിനിരക്കുകയാണ്. ചില ക്യാമ്പസിലെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുകയാണ്. വിക്ടോറിയ കോളേജിലെ ചെയർമാൻ അഗ്നി ആഷിഖ്, കോട്ടയം ബസേലിയസിലെ ചെയർപേഴ്സണായിട്ടുള്ള സോണിമോൾ, അതേപോലെ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ ചെയർപേഴ്സൺ അനീന ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലെ വൈസ് ചെയർപേഴ്സൺ ഹിബ ഷെറിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൂർ SN കോളേജിലെ ചെയർമാൻ പ്രയാഗ് മുരളിയും പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം പോളിടെക്നിക്കിൽ നടന്ന ലഹരി വേട്ടയെക്കുറിച്ച്, ആ കേസിനെ കുറിച്ച്, ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താം. ഒപ്പം നമ്മുടെ എതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ക്യാമ്പസുകളിൽ നിന്നുള്ള പ്രതിനിധികൾ തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നത്. വിക്ടോറിയ കോളേജിൽ
കോളേജിൽ നിന്ന്, കോട്ടയം ബസേലിയോസ് കോളേജിൽ നിന്ന്, തിരുവനന്തപുരം മാർ ഇവേനിയൂസ് കോളേജിൽ നിന്ന്, കോഴിക്കോട് പ്രൊവിഡൻസിൽ നിന്ന്, അതേപോലെ കണ്ണൂർ SN കോളേജിൽ നിന്നെല്ലാം ചേരുകയാണ്. ആദ്യം SN കോളേജിലുള്ള പ്രയാഗ് മുരളിയിലേക്ക് പോവുകയാണ്. ഹായ് പ്രയാഗ്, നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ എന്തൊരു സമൂഹത്തിൽ എന്തൊരു അനീതി ഉണ്ടായാലും ഈ ക്യാമ്പസുകളിൽ നിന്നാണ് ആദ്യം ഒരു ശബ്ദം ഉയരുക എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഈ പൗരത്വ ഭേദഗതിക്കെതിരായിട്ടുള്ള ആ ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ സമരങ്ങൾ ഈ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കണ്ട ഒരു ചരിത്രത്തിൽ നിന്ന് ഈ വർത്തമാന കാലത്ത് നമ്മൾ ക്യാമ്പസുകളിൽ നിന്ന് കേൾക്കുന്നത് ലഹരിയുടെയും അതിക്രമത്തിൻ്റെയും ആക്രമണങ്ങളുടെയൊക്കെ വാർത്തകളാണ്. അവിടെ നിന്ന് പുറത്തു വരുന്നത് കഞ്ചാവ് കെട്ടുകളാണ്. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത്, ഈ ക്യാമ്പസുകൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്, അതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ വലിയ പങ്കുണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ നിങ്ങൾ ഇടപെടേണ്ടതുണ്ടല്ലോ കൃത്യമായിട്ട്. അപ്പോൾ എവിടെയാണ് പരാജയപ്പെട്ടു പോകുന്നത് വിദ്യാർത്ഥി സംഘടനകളടക്കം? പ്രയാഗ്. മാഡം, ആദ്യം തന്നെ എൻ്റെ ഒരു കോളേജ് വിദ്യാർത്ഥി എന്ന നിലയിൽ കണ്ണൂർ ശ്രീനാരായണ കോളേജിലെ അവസ്ഥ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. കണ്ണൂർ ശ്രീനാരായണ കോളേജിൽ വെച്ചാണ് ഇത്തവണ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവം നടന്നത്. 120ഓളം യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളും വിദ്യാർത്ഥികൾ, ഒരു 10,000-ലധികം വിദ്യാർത്ഥികൾ അണിനിരുന്നുള്ള ഒരു കലോത്സവമായിരുന്നു 5 ദിവസത്തോളം അവിടെ നടന്നത്. അപ്പോൾ ലഹരി, മയക്കുമരുന്നും അതുപോലെ MDMA, കഞ്ചാവ് പോലുള്ള ലഹരിയേക്കാൾ വലുതാണ് കലയും കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെളിയിച്ചുകൊണ്ടുള്ള ഒരു ഉദാത്തമായ ഉദാഹരണമാണ് നമുക്ക് നമ്മുടെ കോളേജിൽ തന്നെ കാണാൻ സാധിച്ചത്. നിലവിലത്തെ സാഹചര്യത്തിൽ കണ്ണൂർ SM കോളേജിൽ ഇത്തരത്തിലുള്ള ക്യാമ്പസിനകത്ത് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നങ്ങളും നിലവിലത്തെ സാഹചര്യം വരെ ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർഗാത്മകമായ കഴിവുകൾക്കും കലകൾക്കും കായികപരമായ നേട്ടങ്ങൾക്കുമാണ് കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നേതൃത്വം നൽകിക്കൊണ്ട് വരുന്നത്. അതിനുവേണ്ടി തന്നെയാണ് കോളേജ് യൂണിയനും വിദ്യാർത്ഥി സംഘടനകളായ ഞങ്ങൾ ഉൾപ്പെടെ അതിനുവേണ്ടി തന്നെയാണ് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും നിലവിൽ നടന്നിട്ടുള്ള സംഭവത്തിൽ പോലും ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പങ്ക്, അല്ലെങ്കിൽ അവർ കണ്ണികളായിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ പുറത്തു വരുമ്പോൾ ഞാൻ പറയുന്നത് ഒരു ഗുരുതര സാഹചര്യം അതിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? വിദ്യാർത്ഥി സംഘടനകളുടെ പങ്ക് എന്ന് സൂചിപ്പിക്കുമ്പോൾ ഒരു SFI യൂണിയൻ നയിക്കുന്ന കോളേജാണ് നമ്മുടെ കണ്ണൂർ ശ്രീനാരായണ കോളേജ്. അപ്പോൾ SFIയുടെ നിലപാട് വ്യക്തമായി തന്നെ റിപ്പോർട്ടർ TVയോട് ഉൾപ്പെടെ ഇന്നലെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജീവേട്ട സൂചിപ്പിച്ചിട്ടുണ്ട്. ആ നിലപാട് തന്നെയാണ് ഞങ്ങളും സ്വീകരിച്ചു പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ കോളേജിൽ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പസിനകത്ത് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും ഇതുവരെ നടന്നിട്ടില്ല, ഇനി നടക്കുകയുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ തേടിപ്പിടിച്ച് കണ്ടെത്തി തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന രീതി തന്നെയാണ് ഇത്രയും കാലമായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, പ്രയാഗിലേക്ക് ഞാൻ എത്താം. നമുക്ക് പ്രൊവിഡൻസ് കോളേജിലേക്ക്, കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലെ വൈസ് ചെയർപേഴ്സൺ ഹിബ ഷെറിലേക്ക് വരാം. ഹിബ, ഹായ്. നമ്മളിപ്പോൾ ഈ പറയുമായിരുന്നല്ലോ, പ്രയാഗ് പറയുന്ന ഒരു കാര്യം തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നു പ്രൊവിഡൻസിൽ ക്യാമ്പസ് രാഷ്ട്രീയമില്ല. ഇപ്പം നേരത്തെ നമ്മുടെ കുസാറ്റിൽ നിന്നൊരു അധ്യാപിക റിപ്പോർട്ടറിനോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ക്യാമ്പസുകൾ ഇങ്ങനെ അരാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ അത് ലഹരിയൊക്കെ പിടിമുറുക്കാനുള്ള ഒരു കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ടേ? ആ രാഷ്ട്രീയക്കാർ ഇത്തരത്തിൽ ക്യാമ്പസുകളിൽ കടക്കുന്ന ലഹരിയിൽ ഇടപെടുകയും വേണ്ടേ? ഹിബയുടെ അഭിപ്രായം എന്താണ്? യഥാർത്ഥത്തിൽ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം വേണ്ട എന്നുള്ള നിലപാടിലേക്ക് ഞാൻ പറയുന്നില്ല. തീർച്ചയായും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ബോധ്യം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതിനോട് ഞാൻ യോജിക്കുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പെട്ടെന്ന് നീങ്ങുന്നത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ലഹരിയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്ന ഒന്ന് എന്താണെന്ന് വെച്ചാൽ, SFI നേതാവ് അറസ്റ്റിൽ, KSU നേതാവ് അറസ്റ്റിൽ. മറിച്ച് ഒരു വ്യക്തി അറസ്റ്റിലായിട്ടുണ്ട്, അയാൾ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു വ്യക്തിയിലേക്കാണ് ശരിക്കും നീങ്ങുക ചെയ്യുക. നമ്മൾ കൂടുതലായിട്ടും രാഷ്ട്രീയവൽക്കരിക്കുന്നതിനപ്പുറം ആ വ്യക്തിയിലുള്ള ലഹരിയുടെ, അല്ലെങ്കിൽ ആ വ്യക്തി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ പറയുന്നത് അത് അത്രമാത്രം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങൾ ഒന്നുകൂടി മുന്നോട്ടേക്ക് പോകുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം.
നമ്മളൊരു കാര്യം കാണുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് ആദ്യം നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു SFI നേതാവ് അറസ്റ്റിൽ അല്ലെങ്കിൽ ഒരു KSU നേതാവ് അറസ്റ്റിൽ. അങ്ങനെ ഒരു SFI നേതാവോ KSU നേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കൾ ഇതിന് പിടിമുറുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലഹരിയിൽ അടിമപ്പെടുകയാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ അവർ ഇറങ്ങി പോരാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇറക്കി കൊണ്ടുവരാനുള്ള സാഹചര്യം പല രാഷ്ട്രീയത്തിലും കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ക്യാമ്പസിൽ തന്നെ ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗമൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിലെങ്ങനെയായിരിക്കും ഇടപെടുക? കൃത്യമായി ഇടപെടാൻ കഴിയുമോ? തീർച്ചയായും ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം പ്രോവിഡൻസ് വുമൻസ് കോളേജിന് ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ട്. നമ്മുടെ യൂണിയൻ ഭാരവാഹികൾ രാഷ്ട്രീയമില്ലെങ്കിൽ പോലും രാഷ്ട്രീയം മറന്നതിനപ്പുറമായി ഓരോരുത്തർക്കും പേഴ്സണലി അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള രാഷ്ട്രീയമുള്ള യൂണിയൻ ഭാരവാഹികളാണെങ്കിൽ പോലും നമ്മളൊരു യൂണിയനിലേക്ക് എത്തുമ്പോൾ ഏതൊരു കാര്യം ലഹരി എന്നല്ല ഏതൊരു കാര്യമാണെങ്കിലും കൃത്യമായും വ്യക്തമായും തന്നെയാണ് ഞങ്ങൾ നോക്കുന്നതും മുന്നോട്ട് കാണുന്നതും. അതാണ് തുടർച്ച നീക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. ഇനി വരുന്ന യൂണിയൻ ആയാലും ഉണ്ടാകുന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു യൂണിയൻ ഭാരവാഹിത്വം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി ഹിബ, നമുക്ക് അനീന ജോർജിലേക്ക് വരാം. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ ചെയർപേഴ്സണാണ് അനീന. ഇവർ പറയുന്നതൊക്കെ കേൾക്കുകയായിരുന്നല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ലഹരിയൊക്കെ ക്യാമ്പസുകളിൽ എത്തുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇതിനെതിരെ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ക്യാമ്പസിനുള്ളിൽ? അനീന കേൾക്കാമോ? ശരി, അനീനയ്ക്ക് എന്തോ സാങ്കേതിക തടസ്സമുണ്ട്. നമുക്ക് പരിഹരിച്ച അനീനയിലേക്ക് എത്താം. നമുക്ക് സോണിമോളിലേക്ക് പോവാം. കോട്ടയം ബസേലിയസിലെ ചെയർപേഴ്സണാണ് സോണിമോൾ. ഈ ബസേലിയസിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ലഹരി കൂട്ടങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് ഒരു ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ സോണിമോൾ? തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ ഇതുവരെയും ബസേലിയസ് കോളേജിനകത്ത് അങ്ങനത്തെ ഒരു ലഹരി വേട്ടയോ അങ്ങനത്തെ ഒരു രീതിയിലുമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു രീതിയിലുമുള്ള സംഭവങ്ങൾക്ക് ഒരു വഴി ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ക്യാമ്പസിൽ നടത്തുന്നുണ്ട്. മാനേജ്മെന്റ് ഭാഗത്തു നിന്നായാലും യൂണിയന്റെ ഭാഗത്തു നിന്നും മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മൾ ആ ഒരു കാര്യം എൻഷുർ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ക്യാമ്പസിന് നല്ലൊരു നടത്തിപ്പിന് ഒരു വീഴ്ച ഉണ്ടാകാനായിട്ട് ഒരു ചെറിയ പോയിന്റിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ മതിയായിരിക്കും. അപ്പം അത് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ പോലും ക്യാമ്പസുകളിലൊരു പ്രോഗ്രാം ഇടാനായിട്ട് നോക്കുമ്പം പലപ്പോഴും മാനേജ്മെന്റിനാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികളായിട്ട് നിൽക്കുന്നവർക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ്. കാരണം ഇങ്ങനെ ഒരു എലമെന്റ് കൊണ്ട് ഒരാൾ മതി ആ ഒരു പ്രോഗ്രാമിന്റെ ടോട്ടലുള്ളൊരു വർക്കിങ്ങിനെ പോലും മാറ്റാനായിട്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്യാമ്പസുകളിൽ നല്ലൊരു ലൈവായിട്ടുള്ള ഒരു ലൈഫിനെ മാറ്റാനായിട്ട് ഈ ലഹരി സംഘടനകൾക്ക് പലപ്പോഴും സാധിക്കുന്നുണ്ട്. ബസേലിയസിനെ സംബന്ധിച്ചും ഇതുവരെയും അങ്ങനത്തെ ഒരു രീതിയിലുമുള്ള ലഹരി വേട്ടകൾക്ക് അടിമപ്പെടാതിരിക്കാനായിട്ട് വിദ്യാർത്ഥി സംഘടന എന്ന നിലയിലും യൂണിയൻ എന്ന നിലയിലും മാനേജ്മെന്റ് രീതിയിലും വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ ക്യാമ്പസിലെ മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ ക്യാമ്പസ് ഹോസ്റ്റലുകളെ കുറിച്ച് പറഞ്ഞാലേ അവിടെയാണ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ്. ഇപ്പൊ നിലവിൽ പിടിച്ചിട്ടുള്ളത് തന്നെ ഹോസ്റ്റൽ മുറികളിൽ നിന്നാണ്. അപ്പോൾ ചില ക്ലാസ് മുറികളിലൊക്കെ ഇരുന്ന് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാനൊക്കെ ചിലർക്ക് പേടി ഉണ്ടാവുമായിരിക്കാം. പുതിയ കാലത്ത് അതും ഇല്ല. പക്ഷേ ഈ ഹോസ്റ്റലുകൾ എങ്ങനെയാണ്? അവിടേക്ക് പരിശോധന നടത്തുക അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടായി തന്നെ അതിനെതിരായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ബസേലിയസിനെ സംബന്ധിച്ചും എല്ലാ കോളേജ് ഹോസ്റ്റലുകളിലും ടീച്ചേഴ്സും കൂടെ ഉണ്ട്, അവരുടെ ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഒപ്പം തന്നെ. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ അവിടെ ആ ഹോസ്റ്റലുകളിലും ഇത്തരത്തിലുള്ള അക്രമങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുന്നുണ്ട്. പിന്നെയും പുറത്ത് അല്ലാണ്ട് വിദ്യാർത്ഥികൾ, ദൂരെയുള്ള വിദ്യാർത്ഥികൾ വീടെടുത്തും അല്ലാണ്ടും ഒക്കെ താമസിക്കുന്നുണ്ട്. അവിടെയും ആ വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിലും ക്ലാസ് ടീച്ചേഴ്സ് വഴിയാണെങ്കിലും അല്ലാതെ യൂണിയൻ അംഗങ്ങളുടെ നേതൃത്വത്തിലാണെങ്കിലും കാര്യങ്ങളെ തിരക്കാനുള്ള വേണ്ട നടപടികൾ ഏത് സമയത്തും ബസേലിയസിൽ നടക്കാറുണ്ട് കൃത്യമായിട്ട്. ശരി, അത് നടക്കുക തന്നെ വേണ്ടത്. എന്തായാലും നമുക്ക് അഗ്നി ആഷിക്കിലേക്ക് എത്താം. വിക്ടോറിയ കോളേജിലെ ചെയർമാനാണ്. ഹായ് അഗ്നി ആഷിഖ്. നമ്മളെ ഇപ്പൊ ഹോളിയാണല്ലോ കഴിഞ്ഞത്. ഒരു പോളിയിൽ നടന്ന ഒരു ഹോളിയാണ് ഇപ്പൊ ചർച്ചയായി മാറിയിരിക്കുന്നത്. കേരളം ആകെ അത് ചർച്ച ചെയ്യുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഹോളി ആഘോഷിച്ചത്? മദ്യപിച്ചൊന്നും ആരും എത്തിയില്ലല്ലോ അല്ലേ ക്യാമ്പസിൽ? ഇല്ല, ഞങ്ങൾ സാധാരണ വിക്ടോറിയ കോളേജിൽ ഹോളി നടക്കാറുണ്ട്. പക്ഷേ SFIയുടെ യൂണിയൻ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഹോളി നടത്തിയത്. ഹോളിക്ക് പിന്നിലുള്ളൊരു ആൾട്ടർനേറ്റീവ് ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ ഹോളി നടത്തിയത്. ഇല്ല, ആരും ലഹരി ഉപയോഗിച്ച് ഹോളിക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ലഹരി പദാർത്ഥങ്ങൾക്കും എതിരെയായിട്ട് ക്യാമ്പസുകളിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക്? സ്വാഭാവികമായിട്ടും ഒരു ക്യാമ്പസ് നിലനിൽക്കുന്ന
ഇത് സമൂഹത്തിൽ തന്നെയാണല്ലോ. അപ്പോൾ ഒരിക്കലും ഒരു ക്യാമ്പസ് ആ സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെയൊക്കെ ഒരു പരിച്ഛേദം ക്യാമ്പസ് എന്ന നിലയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ ആ ക്യാമ്പസിലും അതിൻ്റെ മാറ്റങ്ങളും അതിൻ്റെ കോളിളക്കങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ ക്യാമ്പസിലും അങ്ങനെ ചെറിയ തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കോളേജിലെ അതോറിറ്റി തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള ജാഗ്രതാ സമിതികളുണ്ട്. അതിൻ്റെ കൂടെ കോളേജ് യൂണിയനും ക്യാമ്പസിനകത്തുള്ള വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ലഹരിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ലഹരിക്കെതിരായ നിലപാട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. ശരി, അത് തുടരുക തന്നെയാണ് വേണ്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ വിദ്യാർത്ഥി സംഘടനകൾ. അനീന, ഇപ്പോൾ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അനീന, നമ്മൾ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ പങ്ക് ഇതിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നിങ്ങൾ നന്നായി തന്നെ ഇടപെടണം എന്നുള്ളതുമാണ്. അപ്പോൾ ഈ മാർ ഇവാനിയസ് കോളേജിൽ എങ്ങനെയാണ് ഈ സംഘടനാ ശക്തിയൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നന്നായി ഇടപെടാൻ പറ്റാറുണ്ടോ? ഒരു രാഷ്ട്രീയ സംഘടനയിൽ നമ്മൾ നിൽക്കുമ്പം, അതുമാത്രമല്ല രാഷ്ട്രീയ സംഘടന എന്നതിനേക്കാൾ ഉപരി ഒരു യൂണിയനിൽ നമ്മൾ നിൽക്കുമ്പം നമ്മുടെ ഉത്തരവാദിത്തമാണ് ക്യാമ്പസിൽ ലഹരി ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. നമ്മുടെ കോളേജിൽ വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിയുമ്പം ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തിച്ചേരും. അപ്പോൾ രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ വിദ്യാർത്ഥികളെ അതിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ പലപ്പോഴും നടത്താറുണ്ട്. ഇപ്പം നമ്മുടെ കോളേജിൽ തന്നെ പലതരത്തിലുള്ള ആൻറ്റി നർക്കോട്ടിക് സെല്ലുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന അധ്യാപകരുണ്ട്. അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന പല ക്യാമ്പയിനുകളും അതുപോലെ തന്നെ എക്സൈസിൽ നിന്ന് പല ഓഫീസർമാരും പല അവസരങ്ങളിലായി നമ്മുടെ കലാലയങ്ങളിൽ എത്തിച്ചേർന്ന് ക്ലാസ്സുകൾ നയിക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വിദ്യാർത്ഥികൾക്ക് സ്വയം ലഹരിക്കെതിരെ നോ പറയാനായിട്ടുള്ള ആ ഒരു ആർജവം വിദ്യാർത്ഥികൾക്ക് ഇടയിൽ വളർത്തിക്കൊണ്ട് വരുവാനായിട്ടുള്ള ഒരു ക്യാമ്പസ് അന്തരീക്ഷം മാർ ഇവാനിയസ് കോളേജും അതുപോലെ തന്നെ കോളേജ് യൂണിയനും സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇത്തരം കേസുകളിൽ ലഹരി സംഘങ്ങളെ ഇങ്ങനെ പിടിമുറുക്കുന്നതിൽ വിദ്യാർത്ഥി സംഘടനകൾക്കും പങ്കുണ്ടോ എന്ന വിഷയത്തിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. വിശദമായി തന്നെ ആ വിഷയത്തിലേക്ക് എത്താം. ഒരു ഇടവേളയ്ക്കെതിരായ പോരാട്ടം സമൂഹം ഒന്നാകെ ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ക്യാമ്പസുകളിൽ നിന്നുള്ള പ്രതിനിധികൾ തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നത്. കണ്ണൂർ SN കോളേജിലെ ചെയർമാൻ പ്രയാഗ് മുരളിയിലേക്ക് പോവുകയാണ്. പ്രയാഗ്, ചില അധ്യാപകരൊക്കെ പറയുന്ന ഒരു കാര്യം, ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളെ അവരെ തന്നെ ഹീറോകളായി കാണുകയാണ് മറ്റുള്ള വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന അധ്യാപകരുണ്ട്. അത്തരം പ്രതികരണങ്ങളൊക്കെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഇങ്ങനെ അക്രമ സ്വഭാവം കാട്ടുന്ന ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ ഈ വിദ്യാർത്ഥി സംഘടനകൾ തന്നെ അവരുടെ ചില കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു, ഒരു ബലത്തിന് വേണ്ടി കൂടെ നിർത്തുന്നു എന്നുള്ള ആരോപണവും കേരളത്തിൽ നിലവിൽ ശക്തമായി തന്നെ ഉണ്ട് കേട്ടോ പ്രയാഗ്. അപ്പോൾ എന്താണ് പറയാനുള്ളത് അതിനോടൊക്കെ? അധ്യാപകരുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കുറച്ച് കാലയളവിൽ തന്നെ ഇത്തരത്തിൽ ലഹരിയുടെ വലിയ രീതിയിലുള്ള വിപത്തുകളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ കോളേജുകളിൽ ലഹരി വിരുദ്ധ ശൃംഖലകളും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകളും ഈ കഴിഞ്ഞ ദിവസം മാർച്ച് 12-ന് ക്യാമ്പസുകളിലുടനീളം പദയാത്ര, ലഹരി വിമുക്ത ക്യാമ്പസ് പ്രഖ്യാപനത്തോടു കൂടി പദയാത്ര സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ അധ്യാപകരെയും കോളേജിലെ വിദ്യാർത്ഥികളെയും മറ്റ് സംഘടനകളിലുള്ള എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അധ്യാപകരുടെ പിന്തുണ തന്നെയാണ് അതിന് മികച്ച രീതിയിലുള്ള വിജയം കണ്ടെത്താൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടുള്ളത്. അധ്യാപകരുടെ സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളെ പോലെ തന്നെ അധ്യാപകരുടെ സംഘടനകളുടെ ഭാരവാഹികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കോളേജിലുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവരെ ഒരു ഹീറോ ആയി കാണുന്ന രീതിയിലുള്ള സമീപനങ്ങളൊന്നും എന്തായാലും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുമില്ല. അധ്യാപകരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രതികരണം നിലവിൽ എൻ്റെ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല. ഓക്കെ, ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അത് ഹിബയിലേക്ക് വരുമ്പോൾ നമ്മൾ പല ഘടകങ്ങളെക്കുറിച്ച്, ഈ ലഹരി ഉപയോഗിക്കുന്നതിന് പിന്നിൽ എന്തൊക്കെ കാരണങ്ങളാണെന്ന് ചർച്ച ചെയ്യുമ്പോൾ അതിൽ പലതരം ഘടകങ്ങൾ വരുന്നുണ്ട്. അതിലൊന്ന് സിനിമ പോലും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൂടുതൽ വയലൻസ് കാണിക്കുന്ന സിനിമകൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കാണിക്കുന്ന സിനിമകൾ, അത്തരം കഥാപാത്രങ്ങൾ, ഇതൊക്കെ നിങ്ങളെപ്പോലുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ?
ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നുള്ളത്. കാരണം ഒരുപാട് സിനിമകളാണെങ്കിൽ പോലും ഇന്നത്തെ നമ്മളൊരു ജനറേഷൻ മാറുമ്പോൾ തന്നെ ഇപ്പോൾ വരുന്ന ഓരോ സിനിമകളാണെങ്കിൽ പോലും അത് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഓരോ ഒരു ഇൻഫ്ലുവൻസ് വല്ലാണ്ട് കിട്ടുന്നുണ്ട്. ഒരു നല്ല സിനിമ കാണുമ്പോൾ നമ്മൾ ചിരിക്കുന്നത് പോലെ നല്ലതല്ലാത്ത, അതായത് നമുക്കൊരു സങ്കടം വരുന്നൊരു സിനിമ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായും കരയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു കാര്യങ്ങളാണെങ്കിലും നമ്മൾ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്. സിനിമകളാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ എല്ലാം പണ്ട് കാലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് കിടന്നിട്ടുണ്ടായിരുന്ന ഒരു ലഹരി കേസ് ഇന്ന് വ്യാപകമായിട്ടുണ്ടെങ്കിൽ പോലും അതിന് സിനിമയും ഒരു ഘടകമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അനീനയോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മളെപ്പോഴും മാതൃകയാവേണ്ടത് ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് നേതൃത്വം നൽകുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ക്യാമ്പസിനെ നയിക്കുന്നവരാണ്. പക്ഷെ അത്ര മാതൃകയാകേണ്ട ആളുകൾ തന്നെ അവർക്കെതിരെ തന്നെ കേസുകൾ വരുന്ന സാഹചര്യമുണ്ട്, അവർ തന്നെ അകത്തു പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു മാതൃക സൃഷ്ടിക്കാൻ പറ്റാതെ പോകുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ, കാരണം നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അതായത് വിദ്യാർത്ഥികളായിരിക്കുന്ന അവർ പിന്തുടരുന്ന രാഷ്ട്രീയം മാത്രമല്ല, മറിച്ച് അവരായിരിക്കുന്ന പദവിയോട് അവരൊരു കൂറ് കാണിക്കുക എന്നുള്ളതാണ്. അതായത് ലഹരി ഉപയോഗിക്കുമ്പോൾ നമ്മളെ കണ്ടു നിൽക്കുന്ന കുറേ വിദ്യാർത്ഥികൾക്ക് നമ്മൾ തെറ്റായ മാതൃകയാണ് അവിടെ കൊടുക്കുന്നത്. ഒരു പദവിയിൽ നമ്മൾ ഇരിക്കുമ്പം നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് നല്ലൊരു മാതൃക നൽകുക എന്നുള്ളതും ലഹരിക്കെതിരെ അവരെ ആ പോരാട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും. നമ്മുടെ ജീവിതം തന്നെ അവിടെ മാതൃകയായിട്ട് കാട്ടാനായിട്ട് പലപ്പോഴും നമ്മുടെ ഈ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് അവരുടെ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയം തന്നെയാണ്. അപ്പോൾ കലാലയങ്ങളിലെ രാഷ്ട്രീയവും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെടുന്നവരും ലഹരിയോട് ഒരു നോ പറയാനായിട്ടുള്ള ഒരു ആർജവം കാണിച്ചാൽ മാത്രമേ നമ്മുടെ പിന്നാലെ വരുന്ന, അല്ലെങ്കിൽ നമ്മളെ കണ്ട് ഇതിലേക്ക് ഇറങ്ങി വരുന്ന കുട്ടികൾക്കും അതിനോടൊരു നോ പറയാനായിട്ടുള്ള ഒരു സ്പിരിറ്റ് നമ്മുടെ കുട്ടികളിലേക്ക് ഉണ്ടാവുകയുള്ളൂ. ഈ നോ പറയേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് വലിയ ചോദ്യം. പ്രത്യേകിച്ച് പലരും സ്വയം തിരുത്താൻ തന്നെ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആരോപണ പ്രത്യാരോപണങ്ങളും വെല്ലുവിളികളുമാണ് നടത്തുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു കേസ് വന്ന് അത് വലിയ ചർച്ചയാവുമ്പോൾ അതിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ KSU SFIയെ കുറിച്ച് പറയുന്നു, SFI KSUവിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് വിദ്യാർത്ഥി സംഘടനകളൊക്കെ സ്വയം തിരുത്താൻ തയ്യാറാവുന്നുണ്ടോ? വിദ്യാർത്ഥി സംഘടനകൾ തന്നെ ആ തെറ്റ് തിരുത്താൻ തയ്യാറായി, അതായത് രാഷ്ട്രീയപരമായി പരസ്പരം കുറ്റാരോപണങ്ങൾ നടത്താതെ എവിടെയാണ് പിഴച്ചുപോയത് എന്ന് കണ്ടെത്തുന്നിടത്താണ് ശരിയായ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ച സാഹചര്യത്തിൽ തന്നെ ഇരു സംഘടനകളും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് കരിവാരി തേക്കാനും അതുപോലെ തന്നെ രണ്ട് സംഘടനകളും പരസ്പരം കുറ്റപ്പെടുത്താനുമാണ് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും തെറ്റ് പറ്റിയത് ആർക്കാണെന്നും എവിടെ നിന്നാണ് അത് ശരിയാക്കേണ്ടതും എന്നുള്ള ഒരു കണ്ടെത്തലാണ് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത്. അത് തിരുത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുമ്പോഴാണ് ശരിയായ രാഷ്ട്രീയം അവിടെ ഉണ്ടാവുന്നത്. സോണിമോൾ, ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് നമ്മൾ ഈ ക്യാമ്പസിൽ ഓണാഘോഷം, ക്രിസ്മസ് ആഘോഷം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹോളി ആഘോഷം, ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു ആഘോഷത്തിൽ എത്ര കുട്ടികൾ മദ്യപിച്ച് വരും ക്യാമ്പസിൽ? ആരും മദ്യപിച്ച് വരില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഈ നിലവിലെ സാഹചര്യത്തിൽ. എന്നാലും നിങ്ങളത് എങ്ങനെയാണ് പരിശോധിക്കുന്നത്? നിങ്ങൾ തന്നെ കാണാറില്ലേ അത്തരത്തിൽ കുട്ടികൾ മദ്യപിച്ച് വരുന്നത് ആഘോഷങ്ങൾക്കൊക്കെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ക്യാമ്പസിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്കിനും ഇതുപോലെ ഒരു നല്ലതായിട്ട് ലൈവായിട്ട് പോകുന്നൊരു പ്രോഗ്രാം മോശപ്പെടുത്താനായിട്ട് ഒരു ചെറിയ എലമെന്റ് മതി. അതിൽ ആരൊക്കെ മദ്യപിച്ച് അല്ല എത്ര പേര് എത്തുന്ന വെച്ചാൽ അത് വളരെ ഒരു ചെറിയൊരു മൈന്യൂട്ട് ഗ്രൂപ്പായിരിക്കും വരുന്നത്. ആ ഒരു ചെറിയ ആളല്ല ഒന്നോ രണ്ടോ പേരിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രശ്നമായിരിക്കും ആ ഒരു ടോട്ടൽ ക്യാമ്പസിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് പോകുന്നത്. ചിലപ്പം ഇവര് മദ്യപിച്ചെത്തിയോ അല്ലെ എങ്ങനെയെങ്കിലും ഒരു പ്രോഗ്രാമിനിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഇഷ്യൂ, ആ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ പ്രോഗ്രാം നടക്കുമ്പോൾ ഇതങ്ങ് കണക്റ്റഡായി പോവുക, അതങ്ങനെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് നീണ്ടുപോകുന്നത്. അപ്പം ചെറിയ അളവിലാണെങ്കിൽ പോലും ഇത് വന്ന് ചേരുന്ന ഒരു വലിയ വിപത്തിലേക്കാണ്. പലപ്പോഴും പിന്നീട് ക്യാമ്പസുകളിൽ പ്രോഗ്രാം നടത്താൻ നമുക്ക് പല രീതിയിലുള്ള അസൗകര്യങ്ങൾ ഉണ്ടാകുന്നു. ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നാണ്, മാനേജ്മെന്റ് സൈഡിൽ നിന്നും അവർക്കിങ്ങനെ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇത്തരം പ്രോഗ്രാമുകൾ ഇറങ്ങി ചിലപ്പോൾ ഇങ്ങനെ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള അവർക്കൊരു ടെൻഷനാണ്. പല രീതിയിലാണ് ഇത് പല രീതിയിൽ വ്യാപിക്കുന്നത്. അപ്പം ഒരു വലിയൊരു ഗ്രൂപ്പ് വേണം എന്നില്ല പലപ്പോഴും ഒരു ക്യാമ്പസിന്റെ മൊത്തം നിലനിൽപ്പിനെ മോശമാക്കാനായിട്ട്. വളരെ ചെറിയ ഒരു 1-2 ആളുകളാണ് പല സാഹചര്യങ്ങളിലും ഉണ്ടാവുന്നത്.
മാത്രമല്ല ഇപ്പം ഇത്തരം കേസുകളിലൊക്കെ ആരോപണ വിധേയരായി വിദ്യാർത്ഥി സംഘടനകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പം അതിലെ നേതാക്കന്മാരാരെങ്കിലും അല്ലെങ്കിൽ പ്രവർത്തകരാരെങ്കിലും കേസുകളിൽ പെടുകയാണെങ്കിൽ ആ ഒരു സംഘടനയിൽ നിന്ന് തന്നെ തിരുത്തുക എന്നുള്ളൊരു കാര്യം ആദ്യം ചെയ്യണമല്ലോ. പിന്നെ നടപടി എടുക്കണം, അതൊക്കെ ചെയ്യണം. അങ്ങനെ തിരുത്തുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികളോടാണ് ചോദിക്കാനുള്ളത്, എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടാവാറുണ്ടോ? ഭീഷണി നേരിടേണ്ട സാഹചര്യമോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്താൽ ഈ സംഘടനയ്ക്ക് കേടാണ്, അല്ലെങ്കിൽ ഇത് വ്യക്തിപരമായി തന്നെ ഇത് മോശമാണെന്ന് മുഖത്ത് ചൂണ്ടി പറയാൻ പറ്റാറുണ്ടോ നേതാക്കന്മാരോടൊക്കെ, സ്വന്തം സംഘടനയിലെ നേതാക്കന്മാരോട്? ഉറപ്പായിട്ട് ഏത് സംഘടനയിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയണം. അത് പറയേണ്ട ധൈര്യം എല്ലാവർക്കും ഉണ്ട്. അത് ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ക്യാമ്പസിലുള്ള ഏതൊരു വിദ്യാർത്ഥിയാണെങ്കിലും പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മൾ തെറ്റിനോട് പ്രതികരിച്ച് തന്നെ ഇരിക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ഏത് രാഷ്ട്രീയം എന്നുള്ളതല്ല, ഏത് പാർട്ടിയിലുള്ളവരായിക്കോട്ടെ, ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരായിക്കോട്ടെ, ഒരു വിദ്യാർത്ഥി ആ തെറ്റ് ചെയ്യുമ്പം നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുമ്പം ഇത് കാണുന്ന വേറൊരാൾ ഓക്കെ ഇത് ചെയ്ത ഇത്രയും ഉള്ളൂ, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ വരും, ഞാൻ ഇതിൽ പെട്ടതായതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവരെത്തും എന്നൊരു ചിന്താഗതി ഓട്ടോമാറ്റിക്കലി അവിടെ ക്രിയേറ്റ് ആവാണ്. അത് വരുന്നൊരു കാലഘട്ടത്തെയും വരുന്നൊരു തലമുറയെയും വളരെ വലുതായിട്ട് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഏത് രാഷ്ട്രീയ സംഘടനപ്പെട്ടവരായിക്കോട്ടെ, ഏത് മേഖല. അതെ. ഇപ്പോൾ അഗ്നിയാഷിക്കിലേക്ക് വരികയാണെങ്കിൽ, അഗ്നിയാഷിക്ക് SFIയിലെ ചെയർമാനാണ്. അഗ്നിയാഷിക്ക് നമുക്ക് SFIയിലെ ഏതെങ്കിലും നേതാക്കന്മാരെ ഇങ്ങനെ തിരുത്തിയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇനി തിരുത്തൽ പോട്ടെ, പരസ്പരം അഭിപ്രായങ്ങൾ പങ്കുവെക്കുമ്പോൾ തിരിച്ച് നല്ല മറുപടി തന്നെയാണോ കിട്ടിയിട്ടുള്ളത്? അനുഭവം എന്താണ്? തീർച്ചയായിട്ടും SFI പോലുള്ളൊരു സംഘടന കൃത്യമായിട്ടുള്ള ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്കകത്ത് ഏതെങ്കിലും ഒരു അണിയോ ഏതെങ്കിലും ഒരു നേതാവോ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ തിരുത്തി, അല്ലെങ്കിൽ SFIക്കകത്ത് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സ്വയം വിമർശനമായി ഏറ്റെടുത്തുകൊണ്ട് അതിനെ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളൊരു നയം തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ രീതി തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ SFI സ്വീകരിച്ച് വന്നിട്ടുള്ളതായി കാണുന്നത്. അതുകൊണ്ട് തന്നെ SFI എന്നുള്ള വിദ്യാർത്ഥി സംഘടനയ്ക്കകത്ത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് SFI സ്വീകരിച്ചിട്ടുള്ള നയം. നമ്മളിപ്പോൾ ഒരുമിച്ച് അങ്ങ് ഇറങ്ങണമെന്ന് പറയേണ്ട സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു. കാരണം ഒരു ആപത്തിൻ്റെ വക്കിൽ തന്നെ എത്തി നിൽക്കുകയാണ് നമ്മുടെ സംസ്ഥാനം. അപ്പോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നാണ് നമ്മൾ ഈ അനുദിനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എന്താണ് പറയാനുള്ളത്? നമ്മുടെ ക്യാമ്പസുകളിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇനിയിപ്പോൾ വരും തലമുറയുണ്ടാവും അല്ലേ? അപ്പോൾ അവരൊക്കെ നിങ്ങളെ കണ്ടാണ് പഠിക്കുക. അപ്പോൾ അവരോടൊക്കെ ഇനി എന്താ പറയാനുള്ളത്? എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഈ ഒരു അടിയന്തര ഘട്ടത്തിൽ? ആർക്കും പറയാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ പല തലങ്ങള് നമ്മൾ പറഞ്ഞോളൂ പ്രയാഗ്, പറഞ്ഞോളൂ. നമ്മുടെ ഇന്നത്തെ ക്യാമ്പസിൻ്റെ അവസ്ഥകൾ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഒരു ക്യാമ്പസിലേക്കാണ് നമ്മളെന്നും നിരന്തരം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വർദ്ധിച്ച് വരുന്ന ഈ സാഹചര്യത്തിൽ പരമാവധി വിദ്യാർത്ഥികളെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സർഗാത്മകത നമുക്ക് വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ്. പരമാവധി വിദ്യാർത്ഥികളുടെ ഉള്ളിലേക്ക് രാഷ്ട്രീയവൽക്കരണം നമുക്ക് നടത്തണം. കാരണം ഈ അരാഷ്ട്രീയവാദികളായി എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ ന്യൂട്രലാണെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം. ഹിബ എന്താണ് പറഞ്ഞു വന്നത്? ഹിബയിലേക്ക് കൂടി ഒന്ന് വരാം. വരുന്നൊരു തലമുറയെ തന്നെ തുടച്ചു നീക്കുന്ന ഒരു വലിയ വിപത്താണ് യഥാർത്ഥത്തിൽ ലഹരി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തെക്കുറിച്ചിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. രാഷ്ട്രീയത്തേക്ക് എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തികച്ചുമായിട്ടുള്ള ഒരു വ്യക്തിഗതമായിട്ടുള്ള രാഷ്ട്രീയ ബോധം വേണം. അരാഷ്ട്രീയത ഒരിക്കലും പാടില്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ എയർപോർട്ടിലെല്ലാം ഒരു സിസ്റ്റമാണ്, നമ്മുടെ ഈ ബ്ലഡ് ചെക്കിങ് കാര്യങ്ങളായിട്ട് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നുള്ള പോലെ. അത് നമ്മുടെ ഒരു വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ വീട്ടിലുള്ള ഇന്നത്തെ ഒരു തലമുറയെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു MDMA അല്ലെങ്കിൽ മറ്റൊരു കാര്യം കണ്ടി ഇതെന്താണെന്ന് അറിയാത്ത ഒരുപാട് മാതാപിതാക്കളും കാര്യങ്ങളുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു സെൻറ്ററോ എന്തെങ്കിലും ഗവൺമെൻറ് അങ്ങനെ എന്തെങ്കിലും ഒരു സെൻറ്റർ, അതായത് ഒരു ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു ടെസ്റ്റോ കാര്യങ്ങളോ വെക്കുകയാണെങ്കിൽ അതൊന്നുകൂടെ നമുക്ക് വരുന്ന ഒരു തലമുറയെ രക്ഷിക്കാൻ ഒരു വലിയൊരു കാരണമായി തീരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്തായാലും ഒരു വരുന്ന ഒരു തലമുറക്ക് വേണ്ടിയിട്ട്
അതാണ്, വരും തലമുറയ്ക്ക് വേണ്ടി കൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു സന്ദേശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ക്യാമ്പസുകളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് ശബ്ദം ഉയരേണ്ടത്. നിങ്ങളുടെ ശബ്ദം ഈ സമയത്ത് ഉയർത്തിയതിൽ നന്ദി. നമ്മൾ ഈ ഘട്ടത്തിൽ ഒരുപാട് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. നിങ്ങൾ തുടർന്നും നിങ്ങളുടെ ക്യാമ്പസുകളിൽ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ലഹരിക്കെതിരായുള്ള യുദ്ധം തന്നെ പ്രഖ്യാപിക്കുക. അത്തരത്തിൽ തന്നെ ഉഷാറായി മുന്നോട്ട് പോകണം. അപ്പോൾ 5 പേരോട് നമ്മൾ നന്ദി പറയുകയാണ് നിങ്ങളുടെ ഈ ഒരു ശബ്ദം ഈ ഒരു സമയത്ത് ഉയർത്തിയതിന്. ക്യാമ്പസുകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് നമ്മോടൊപ്പം ചേർന്നത്.